നാഷണൽ അവാർഡൊക്കെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിനെക്കാളും ലോ ലെവലിലേക്ക് എത്തി. ഇവന്മാര് ഈ സിനിമ ഒന്നും കണ്ടിട്ടല്ല ഈ അവാർഡുകൾ പെറുക്കി കൊടുക്കുന്നതെന്ന് കഴിഞ്ഞ വട്ടം പുഷ്പന് ബെസ്റ്റ് ആയിട്ടുള്ള അവാർഡ് കൊടുത്തപ്പോഴേ വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം അതിലും ക്ലിയർ ആയിട്ട് അവന്മാര് തെളിയിച്ചിരിക്കുകയാണ്. ഈ പുഷ്പ അവാർഡെന്ന് ഈ നാഷണൽ അവാർഡിനെ തിരുത്തുന്നത് ഒരു പക്ഷെ നന്നായിരിക്കും. ഏതൊക്കെ വർഷം പുഷ്പ ഇറങ്ങുന്നുണ്ടോ അപ്പോഴൊക്കെ മിനിമം 2 അവാർഡ് പുഷ്പയ്ക്ക് കൊടുത്തിരിക്കും. കഴിഞ്ഞ വട്ടം എന്ത് തേങ്ങ കണ്ടിട്ടാണ് പുഷ്പയിലെ ആക്ടിങ്ങിന് അല്ലു അർജുന് ബെസ്റ്റ് ആക്ടർ കൊടുത്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവാർഡ് കിട്ടിയപ്പോൾ അല്ലു അർജുനന്റെ അന്തം വിട്ട് കാണും എനിക്ക് എന്ത് തേങ്ങയാണ് ഈ അവാർഡ് തന്നതെന്ന്. ഇപ്രാവശ്യവും പുഷ്പ വിട്ടിട്ടില്ല. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ഉള്ള അവാർഡ്. ആ സിനിമയിലെ പകുതി സീനിലും ശ്രീവല്ലിക്ക് കോസ്റ്റ്യൂം ഇല്ല. പോട്ടെ, അത് സഹിക്കാം. മറ്റേ ഫൈറ്റ് സീനിൽ അല്ലു അർജുൻ സാരിയൊക്കെ തുറ്റി മറ്റേ ദേവിയായിട്ട് വരുന്ന സീൻ കണ്ടിട്ട് ഇത്രയും ബ്രില്യന്റ് മേക്കപ്പും ഇത്രയും ബ്രില്യന്റ് കോസ്റ്റ്യൂം ഡിസൈനും ചെയ്തത് കണ്ടിട്ട് കൊടുത്തതെന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. പക്ഷേ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഈ പുഷ്പ 2-ന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടിയെന്ന് ഇപ്പോഴും മിസ്റ്ററിയാണ്. ഈ സിനിമ കണ്ട ഒരാൾക്ക് പോലും ഇതിനുള്ള ഉത്തരം കാണൂല. എന്തിന് ആ അവാർഡ് പ്രഖ്യാപിച്ച ജൂറി ചെയർമാന് പോലും ഇതിനുള്ള ഉത്തരം ഉണ്ടാവില്ല. ഇതൊരു മിസ്റ്ററിയാണ്. എന്തിനാണ് പുഷ്പ 2-ന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടിയെന്ന്. മഹാരാജ ഉണ്ട്, കൽക്കി ഉണ്ട്, കിഷ്കിന്ധകാണ്ഡം ഉണ്ട്, ബ്രഹ്മയുഗം ഉണ്ട്, മെയ്യഴകനുണ്ട്. ഇങ്ങനെ എന്തോരം സിനിമകളുടെ കൂടെയാണ് ഈ പുഷ്പ 2 ഇറങ്ങിയത്. എന്നിട്ട് ഈ സിനിമയൊക്കെ അവഗണിച്ചിട്ട് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2. എടാ എന്താണ് അതിലുള്ളത്? ഈ മഹാരാജ നീയൊക്കെ കണ്ടായിരുന്നോ? മഹാരാജ എന്ന് പറഞ്ഞ സിനിമ നീ കണ്ടിട്ടുണ്ടോ? മെയ്യഴക കണ്ടായിരുന്നോ? പോട്ടെ, കിഷ്കിന്ധകാണ്ഡം കണ്ടായിരുന്നോ? എന്നിട്ട് നീയൊക്കെ എന്തിന് പുഷ്പ 2-ന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡ് കൊടുത്തു? അതൊക്കെ പോട്ടെ, ഇവന്മാരൊക്കെ ഒരേ ബെൽറ്റാന്ന് കരുതി എങ്ങനെയെങ്കിലും സമാധാനിക്കാം. ബെസ്റ്റ് തമിഴ് ഫിലിം റായൻ, മഹാരാജ ഉണ്ട്, മെയ്യഴകനുണ്ട്, എന്തോരം സിനിമകളുണ്ട്. എന്നിട്ട് ആ ബെസ്റ്റ് അവാർഡ് കൊടുത്തത് റായന്. റായനിലെ എന്ത് തേങ്ങയാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയത്? മഹാരാജയിലും മെയ്യഴകനിലും ഇല്ലാത്ത എന്താണ് ഈ റായനിലെ ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ക്യാപ്റ്റൻ മില്ലറിന്റെ അവാർഡ് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനാണ് ഇങ്ങനെ ഈ അവാർഡിന്റെ വില കളയുന്നതെന്ന് ഇപ്പന്മാര് എന്ത് ആലോചിച്ചിട്ടാണ്, എന്ത് വലിച്ചു കയറ്റിയിട്ടാണ്, എന്ത് കണ്ടിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ നാഷണൽ അവാർഡിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പന്മാരിപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും അതിന്റെ ലെവൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മലയാളികൾ എന്തായാലും ഇത് കുത്തിപ്പൊക്കൊണ്ട് ഒരു നിമ്മർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് മലയാളികളുടെ വാ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കൊടുത്ത് വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു അവാർഡ് കൊടുത്ത്. അപ്പൊ ഇതിനെക്കുറിച്ചായിരിക്കും മലയാളം മൊത്തം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പില് പുഷ്പനും മറ്റേ ധനുഷിനും റായനും ഒക്കെ ഉമ്മാർ അവാർഡ് കയറ്റിവിട്ട്. ആൻഡ് ഏറ്റവും വലിയ കോമഡി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു അവാർഡിനെ കുറിച്ച് നമ്മുടെ ജൂറി ചെയർമാനോട് ചോദിച്ചപ്പോൾ ജൂറി ചെയർമാൻ പറഞ്ഞാണ് എല്ലാ അവാർഡും നമുക്ക് ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ വിഭജിച്ച് കൊടുത്തതാണ്. അർഹിക്കുന്ന സിനിമകൾക്ക് കൊടുക്ക്, ഡിസേർവിംഗ് ആയിട്ടുള്ള സിനിമകൾക്ക് കൊടുക്കും. ചുമ്മാ നിനക്കൊക്കെ തോന്നിയവന്മാർക്ക് വാരി കൊടുക്കാനാണെങ്കിൽ ഈ അവാർഡ് നീക്ക് മറ്റേ ചന്തയിൽ മറ്റേ 10-10 കൂറ് വെച്ച് വിറ്റാ പോലെ. ഇത് എന്ത് വിലയാണ് നീക്ക് കൽപ്പിക്കുന്നത്? എന്നിട്ട് ഇപ്പൊ കാണാം അടുത്ത വർഷത്തെ അവാർഡ് വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ഇത്രയും അവാർഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവന്മാര് തന്നെ ദുരന്തറിന് 10-15 അവാർഡ് വാരി കൊടുക്കാൻ പോണത്. എടാ, ഈ അവാർഡിനൊക്കെ ഒരു വിലയുണ്ട്. ഇതിപ്പോ കിട്ടുന്ന ആൾക്കാർ പണ്ടൊക്കെ ഈ നാഷണൽ അവാർഡ് മിസ്സായി പോകുമ്പോൾ ആൾക്കാർക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വിഷമമൊന്നുമില്ല. കാരണം ഈ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് കോമഡി അവാർഡ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പനൊക്കെ കൊണ്ട് ബെസ്റ്റ് ഫിലിം കൊടുത്തേക്കുന്നത്. പോടാ കളഞ്ഞിട്ട് പറ്റൂലെങ്കിൽ.